ഫിലിം മേക്കിങ്ങിൽ വിഷ്വലിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് അതിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ. വിഷ്വൽ നന്നായിട്ട് ഭംഗിയായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സൗണ്ടിൻ്റെ എസ്കേപ്പും കൂടെ വരുമ്പോഴാണ് ബ്രഹ്മയുഗം അതിലൊരു സിനിമയാണ്. അതേപോലെ ഡയസീറി എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ, ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെ കുറേ സിനിമകളുണ്ട്, അത് മാത്രമൊന്നുമല്ല, കൂടുതൽ സിനിമകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സിനിമകളെ പോലെ തോന്നും. വിഷ്വലി നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടൊരു സിനിമ കാണുകയാണെങ്കിൽ അത് ചെറിയ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ സിനിമ എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ക്യാമറ ആംഗിൾസും മൂവ്മെൻറ്റ്സൊക്കെ വളരെ ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യലി അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സൗണ്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സൗണ്ടിനെ നമ്മൾ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് കുറേയും കൂടി സ്ട്രോങ് ആയിട്ട് ആ സിനിമ നമുക്ക് പ്രസൻറ്റബിളാക്കി ഫൈനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും.